നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തെങ്കിലും ആചാരം പറഞ്ഞ് ഹരിയുടെ കയ്യിൽ നിന്ന് താലി വാങ്ങിച്ച് അമ്മ എന്റെ കഴുത്തിൽ കെട്ടിയാൽ മതി. മോളെ, അത് കല്യാണം നടന്നു എന്ന് കുട്ടികൾ വിചാരിക്കുകയും ചെയ്യും. ഞാൻ എന്നെ ചതിച്ചിട്ടില്ലെന്ന് എനിക്ക് വിശ്വസിക്കുകയും ചെയ്യാം. സുജാതെ, മുഹൂർത്തത്തിന് ഇനി അധികം നേരമില്ല. എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്, എത്തിയിട്ടുണ്ട്. ഓ, ഹരി സർ, എന്നാ എവ്വളോ ടെൻഷൻ? ഒന്നുമില്ല ശരവണ. എതുക്കും നിത്യാമ്മയുടെ സമ്മതം சொல்லிருக்கல. போக போக எல்லாம் சரியாயிடும் சார். அப்படிதானே? ചേച്ചിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ആ ചോദ്യമല്ല നീ ഇപ്പൊ ചോദിക്കേണ്ടത്. എന്തൊരു സന്തോഷമുണ്ടോന്ന് ചോദിക്കും, സമാധാനം ഉണ്ടോന്ന് ചോദിക്കും. ഇല്ലെന്ന് ഞാൻ തീർത്ത് പറയാം. കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ വേഷം കെട്ടുന്നു. ദൈവങ്ങളാവാറുണ്ട്, രാക്ഷസന്മാരാവാറുണ്ട്, പട്ടിയും പൂച്ചയും ഒക്കെ ആവാറുണ്ട്. അതുപോലെ ഇതൊന്ന്. പക്ഷെ ഇതല്പം കടുത്തുപോയി. ജ്യോതി, എനിക്ക് അമ്മയോട് മാത്രമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ ഈ നടവരെ എത്തിയിട്ട് ഇനി എന്തെങ്കിലും പറഞ്ഞാ എല്ലാവർക്കും അത് വിഷമാവും. പ്രത്യേകിച്ചും ആദിക്കും കല്യാണിക്കും. ഇതൊരു കല്യാണ നാടകം തന്നെയല്ലേ അമ്മേ? അല്ലെങ്കിൽ പിന്നെ എന്തിനാ അമ്പലത്തിലേക്കൊക്കെ വന്നത്? അല്ലാതെ കുട്ടികളെ വിശ്വസിക്കില്ലല്ലോ. അമ്മ ഒരു കാര്യം ചെയ്യണം. ഹരി എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പാടില്ല. മോള്, നീ എന്താ പറഞ്ഞേ? അതെ അമ്മ, ആ മനുഷ്യനെ ചതിക്കാൻ പാടില്ല. എന്തെങ്കിലും ആചാരം പറഞ്ഞ് ഹരിയുടെ കയ്യിൽ നിന്ന് താലി വാങ്ങിച്ച് അമ്മ എന്റെ കഴുത്തിൽ കെട്ടിയാൽ മതി. മോളെ, അത് കല്യാണം നടന്നു എന്ന് കുട്ടികൾ വിചാരിക്കുകയും ചെയ്യും. ഞാൻ എന്നെ ചതിച്ചിട്ടില്ലെന്ന് എനിക്ക് വിശ്വസിക്കുകയും ചെയ്യാം. അതെങ്കിലും എനിക്ക് വേണ്ടി അമ്മ ചെയ്യണം. അല്ല, അത് ഞാൻ എങ്ങനെയാ മോളെ? ഇതമ്മ പറഞ്ഞ് സമ്മതിപ്പിച്ചേ പറ്റൂ. ഞാൻ കാല് പിടിച്ച് പറയാമേ, പ്ലീസ്.
അതെ അമ്മേ. സന്തോഷം എന്ന് പറഞ്ഞ എന്ത് സന്തോഷം? ശരി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൂപ്പനും അമ്മൂമ്മയും കൂടിയിട്ടാ. അത് കണ്ടു നിൽക്കാനേ പാടുള്ളൂ കേട്ടോ. ഇടയിൽ കേറി വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. ഒന്നും ചോദിക്കില്ല. ഞങ്ങൾ ഇനി ഒന്നും ചോദിക്കില്ല. അല്ല കല്യാണി? ആ. സുജാതേ, അത് മകന് പകരം അമ്മയും പെങ്ങളും ഒക്കെ താലി കെട്ടിയ ചരിത്രമുണ്ടല്ലോ. അങ്ങനെ മനസ്സിൽ വെച്ചാ മതി രാമകൃഷ്ണേട്ടാ. ശരി, ഞാൻ ഹരിയോട് പറയാം. സുജാത, മോളെയും കുട്ടി നടിയിലേക്ക് വാ. മുഹൂർത്തത്തിന് സമയാകാറായി. സാർ കുറിപ്പൊക്കെ എഴുതിയാച്ചാ? കുറിപ്പൊക്കെ എഴുതി. ആരംഭിക്കലാമോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.